മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കരാർ ഒപ്പിടാതെ. ഈ മാസം 9-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കരാറിനെ കുറിച്ച് ധാരണയായത്. എന്നാൽ ത്രികക്ഷി കരാറിന് ധാരണ ഉണ്ടാക്കിയതല്ലാതെ ഒപ്പിട്ടിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കരാറുമില്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബിനിൽ ചേരുന്നു വിശദ വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. നമ്മളെയൊക്കെ മലയാളികളൊക്കെ മണ്ടന്മാരാക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. പൊതുജനം കഴുത എന്നൊക്കെ പറയുമെങ്കിലും ഇത്രമാത്രം കഴുതകളാക്കിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഈ കരാർ ഒപ്പിടാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോൺസർ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തിയത്, കോടികൾ ചിലവഴിച്ച്? ഗുഡ് മോർണിംഗ് മോത്തി. കലൂർ സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. GCDAയോ അല്ലെങ്കിൽ സർക്കാരോ ആയി യാതൊരു തരത്തിലുള്ള കരാറിലേക്കും ഈ സ്പോൺസർ പോയിരുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കരാറും ഒപ്പിടാതെയാണ് സ്പോൺസർക്ക് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകുകയും ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിന്റെ പിച്ച് മുതൽ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും പുതുക്കിപ്പണിയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസേരകൾ പൂർണ്ണമായും ഇളക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്ലഡ് ലൈറ്റുകൾ പൂർണ്ണമായും ഇളക്കി മാറ്റിയിരിക്കുന്നു. അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും പൊളിച്ചുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം നിർമ്മാണ പ്രവൃത്തികൾ അവിടെ നടക്കുമ്പോഴും ഈ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതിൽ കൃത്യമായ ഒരു കരാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കരാർ ഒപ്പിടാതെയാണ് ഇതുവരെ എല്ലാ പ്രവൃത്തികളുമായി മുന്നോട്ട് പോയത്. ഈ മാസം ആദ്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അർജന്റീന ടീമിന്റെ വരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ എറണാകുളത്ത് നിന്നുള്ള മന്ത്രി P. രാജീവ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് ഒരു ത്രികക്ഷി കരാറിലേക്ക് പോകാനുള്ള ഒരു ധാരണയുണ്ടാകുന്നത്. GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ, ഈ 3 പേരും ചേർന്ന് ഒരു ത്രികക്ഷി കരാറിലേക്ക് പോകാനുള്ളൊരു ധാരണ ആ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് എടുക്കുന്നത്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വരുന്നത് 24-ാം തീയതി. അപ്പോഴേക്കും അർജന്റീന ടീമോ മെസ്സിയോ കേരളത്തിലേക്ക് വരില്ല, നവംബർ മാസത്തിൽ വരില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിനുശേഷം പിന്നീട് ആ ത്രികക്ഷി കരാറിന്റെ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായി എന്നത് ഇപ്പോഴും വ്യക്തമല്ല. നിയമവകുപ്പിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെറ്റ് ചെയ്യാൻ, അതായത് നിയമപരമായ പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തിട്ടില്ല. അതായത് ഇപ്പോഴും ഈ കരാർ എവിടെ എന്നത് അവ്യക്തമായി തുടരുകയാണ്. ത്രികക്ഷി കരാറിനൊരു ധാരണയുണ്ടായി എന്നതിനപ്പുറത്ത് കരാർ ഒപ്പിടാതെയാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കരാർ പോലും ഒപ്പിടാതെ സ്പോൺസർ തുടക്കം മുതൽ മനസ്സർപ്പിച്ച് ഈ സ്റ്റേഡിയം നവീകരിച്ചേ അടങ്ങൂ എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ, അതുകൂടി ഈ സമയബന്ധിതമായി ഞാൻ പൂർത്തിയാക്കി തരാം എന്ന് പറയുന്നു. ഈ സർക്കാരിന്റെ സ്പോൺസറായി മാറിയിരിക്കുകയാണോ ഇപ്പോ ഈ സ്പോൺസറുടെ കാര്യത്തിൽ സർക്കാർ ഒരു പുലിവാലി പിടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മത്സരം ഈ നവംബർ വിൻഡോയിൽ നടക്കില്ല എന്ന കാര്യം തീർച്ചയായും സ്പോൺസർ ആ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 30-നകം ഇപ്പോൾ ഈ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാം എന്നൊരു വാഗ്ദാനമാണ് സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇടയ്ക്ക് വെച്ച് ഈ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിയാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വവും ഈ സ്പോൺസർക്ക് മേൽ ആരോപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സർക്കാരും GCDAയും ചെന്നെത്തി നിൽക്കുകയാണ്. കാരണം ഈ രാജ്യാന്തര സ്റ്റേഡിയം ഒരു സർക്കാർ സംവിധാനം, അതായത് GCDAയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതൊരു പൊതുമുതലാണ്. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നൽകണമെങ്കിൽ കൃത്യമായ കരാറുകളും വ്യവസ്ഥകളും വേണം. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഈ നേരത്തെ തന്നെ നമുക്കറിയാം, ഈ സ്റ്റേഡിയം ഓരോ കാര്യങ്ങൾക്കും കൈമാറുമ്പോൾ, ഇപ്പോൾ ISLന് കൈമാറുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കൃത്യമായൊരു വാടക നിശ്ചയിച്ച് തന്നെയാണ് ഇത് കൈമാറേണ്ടത്. വാടക ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ അതിനൊരു നടപടിക്രമമുണ്ട്. അതായത് ഇത് സംബന്ധിച്ച് GCDAയ്ക്ക് നേരിട്ട് ഈ വാടക ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ അതിന് അവർക്ക് പരിഗണിക്കാൻ കഴിയുന്നത് ഒരു നിശ്ചിത തുകയ്ക്ക് താഴെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന് മുകളിലേക്കുള്ള തുകയാകുമ്പോൾ അവരുടെ മാതൃവകുപ്പായ തദ്ദേശ ഭരണ വകുപ്പാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇത് തദ്ദേശ ഭരണ വകുപ്പിലേക്ക് പോയി തദ്ദേശ ഭരണ വകുപ്പിന്റെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വരണം. അങ്ങനെയൊക്കെയുള്ള ഒരു നടപടിക്രമം എന്തായാലും ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. കാരണം അർജന്റീന ലോകകപ്പ് നേടിയ ടീം ഇങ്ങോട്ട് വരുന്നു, സർക്കാർ കൊണ്ടുവരുന്നു, അതിനൊരു സ്പോൺസർ
സ്പോൺസർ രംഗത്ത് വരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിന്റെ ഭാഗമായി നടക്കേണ്ട നടപടിക്രമങ്ങൾ അതൊന്നും തന്നെ പൂർത്തിയാക്കാതെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനെന്തെങ്കിലും ഒരു തടസ്സം വരികയോ ബുദ്ധിമുട്ട് നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ GCDA ഒന്നാം നമ്പർ പ്രതിസ്ഥാനത്തേക്ക് വരികയും, കാരണം ഇത് സർക്കാരിന്റെ ഒരു തീരുമാനപ്രകാരമാണ് ഇത് കൈമാറിയതെന്ന് പറഞ്ഞ് കൈയൊഴിയാമെങ്കിലും അവർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ സ്റ്റേഡിയം അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർ കൃത്യമായി ഒരു കരാറിലേക്ക് പോകാൻ അവിടെ ഇടപെടേണ്ടതായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടൽ വന്നു എന്നത് ഇന്നലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ പോലും വ്യക്തമല്ല. അവർ പറയുന്നത് സർക്കാർ തീരുമാനിച്ചു, സർക്കാരിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വിട്ടു നൽകി. അപ്പോൾ പന്ത് വി അബ്ദുറഹ്മാൻ എന്ന കായിക മന്ത്രിയുടെ കോർട്ടിലേക്ക് വരികയാണ്. കാരണം പിന്നീടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് കായിക വകുപ്പിന്റെ കീഴിൽ നിന്നാണ്. കായിക വകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു, എങ്ങനെയാണ് ഈ കരാറില്ലാതെ ഈ സ്റ്റേഡിയം ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തികൾക്ക് വിട്ടു നൽകിയത്? അപ്പോൾ ആ ത്രികക്ഷി കരാറിന് എന്ത് സംഭവിച്ചു, ആ കരാർ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ ഒരു പ്രശ്നമാണ്. എന്തായാലും നവംബർ മാസത്തിൽ കളി നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇനി ആ സ്റ്റേഡിയം ഈ സ്പോൺസർക്ക് ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തണമെങ്കിൽ അപ്പോൾ ആവശ്യപ്പെട്ടാൽ വിട്ടു നൽകാമെന്നതാണ് ഇപ്പോൾ ഇന്നലെ GCDA അടക്കമെടുത്തിരിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ കരാറിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതുവരെ നടത്തിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു കരാർ ഇല്ലാതെയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ കരാറില്ലാതെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്പോൺസറായ ആന്റോ അഗസ്റ്റിനെ നിർത്തിവെക്കാം. അങ്ങനെ നിർത്തിവെച്ചാൽ ഒരാൾക്കും ഒന്നും ചോദിക്കാൻ കഴിയില്ല. ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ, അതിനെ ആശ്രയിക്കുന്ന കായിക താരങ്ങളുടെ അവസ്ഥ, ഈ കായിക ലോകത്തിന്റെ അവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നു. മറ്റൊന്ന്, ഇത് അതിബുദ്ധിയാണോ മണ്ടത്തരമാണോ സ്പോൺസർ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യാതൊരു കരാറുമില്ലാതെ ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ച് സ്റ്റേഡിയം നവീകരിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഇത് ഉപേക്ഷിക്കേണ്ടി വരുമോ, ഇത്തരത്തിലൊരു വിവാദത്തിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്നൊന്നും യാതൊരു നിശ്ചയവുമില്ല. നമുക്കൊരു എത്തും പിടിയും കിട്ടാത്ത കാര്യങ്ങളിലൂടെയാണല്ലോ ബിന്നിൽ കടന്നു പോകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ തന്നെയാണ് ആദ്യത്തെ ഉത്തരവാദി. കാരണം സർക്കാരിന്റെ ഒരു മുതലാണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അവിടെ കരാർ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ജോലിയാണ്, സർക്കാർ സംവിധാനങ്ങളുടെ ജോലിയാണ്, GCDA ഉത്തരവാദിത്തമാണ്. അതൊന്നുമാണ് ഇവിടെ നിറവേറ്റപ്പെടാതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം GCDAക്കും കായിക വകുപ്പിനും സർക്കാർ സംവിധാനങ്ങൾക്കുമായി പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു കൃത്യമായ കരാറില്ലാതെ, അതിൽ വ്യവസ്ഥകളില്ലാതെ ഈ സ്റ്റേഡിയം ഇതുപോലെ നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഈ കളി വന്നില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ കളി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, സ്റ്റേഡിയം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി അത് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ പോലും അത് കൈമാറുമ്പോൾ അതിനൊരു വ്യവസ്ഥ വേണം. ഇവിടെ ഒരു വ്യവസ്ഥയോ വെള്ളിയാഴ്ചയോ ഇല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരെ വിശ്വസിച്ചാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിന് മേൽ വന്നെത്തിപ്പെട്ടിരിക്കുകയാണ്. ബിനിൽ, ഇതിനൊക്കെ ഒടുവിൽ മലയാളികൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മെസ്സിയും അർജന്റീന ടീമും ഒക്കെ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞത് ഒരു കള്ളമായിരുന്നോ? ഇതിന്റെ പേരിൽ മറ്റെന്തൊക്കെയോ നടത്താനായിരുന്നോ സർക്കാരിന്റെ പിന്തുണയോടെ സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്? അക്കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകാനുള്ള കാര്യമാണ്. എന്തായാലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ചിലർ ഇവിടെ വന്നിരുന്നു. അവർ സ്റ്റേഡിയം ഒക്കെ പരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മുന്നോട്ട് പോയി. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഈ അർജന്റീന ടീമിനെ ഇവിടെ എത്തിക്കണമെങ്കിൽ ഫിഫയുടെ അംഗീകാരം വേണം. ആ ഫിഫ അനുമതിയുള്ള ഒരു സ്റ്റേഡിയത്തിൽ മാത്രമേ അർജന്റീനയെ പോലെ ഒരു രാജ്യാന്തര ടീം വന്ന് മത്സരം നടത്തുകയുള്ളൂ. അവർക്ക് ആ മത്സരം നടത്തുന്നതിന് യോഗ്യമായിട്ടുള്ള സ്റ്റേഡിയമാണോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് ഫിഫയാണ്. ആ അംഗീകാര പത്രമൊന്നും നേടാതെയാണ് ഇതെല്ലാ നടപടികളുമായി മുന്നോട്ട് പോയത് എന്നതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. ഇന്നലെയാണ് സ്പോൺസർ പറയുന്നത് 2022 ഫിഫയുടെ നിയമം മാറി. ആ നിയമം മാറിയത് ഞാൻ അറിയുന്നത് പിന്നീടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാലപാഠം പോലും പരിശോധിക്കാതെയാണോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാരും സ്പോൺസറും ഒക്കെ മുന്നിട്ടിറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അർജന്റീന ടീമിനെ എത്തിക്കാൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് വരെ പോയി. അങ്ങനെ വിദേശത്തടക്കം പോയി സർക്കാർ തലത്തിൽ പോലും ചർച്ച നടന്നു. സർക്കാർ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിന്റെ SPV ആയി നിശ്ചയിച്ചത്. ആ SPVക്കാണ്
GCDA ഈ സ്റ്റേഡിയം കൈമാറിയത്. സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഫുട്ബോളിൽ കളിക്കളത്തിൽ നമ്മൾ ബോൾ മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം പാസ് ചെയ്യാൻ കായിക മന്ത്രിക്ക് കഴിയില്ല. ബിനിൽ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പെയിനിലേക്കടക്കം നമ്മുടെ ഖജനാവിൽ നിന്നും പണം ചിലവാക്കി പോയിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരുന്നു? ആരെ കാണാനായിരുന്നു? പണം ഈടാക്കിയിട്ടുണ്ട് എന്ന് മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീന ടീമോ ഈടാക്കിയിട്ടുണ്ട് എന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ പണം വാങ്ങിയതിന്റെ രേഖകൾ എവിടെ? അത് കാണിക്കണ്ടേ? ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കരാറിൽ ഇവർ ബന്ധപ്പെട്ടിരുന്നോ? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കരാറുകൾ എവിടെ? പിന്നെ ഇവർക്കൊന്നും കരാർ ബാധകമേ അല്ല എന്ന് ഇതോടുകൂടി നമുക്ക് മനസ്സിലായല്ലോ. മോത്തി, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്പോൺസർ ഒരു സ്വകാര്യ വ്യക്തിയാണ്. സ്പോൺസർക്ക് എന്തും പറയാം. പക്ഷേ അതല്ല സർക്കാരിന്റെ അവസ്ഥ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അവിടെ ഒരു കൃത്യമായ ചട്ടവട്ടങ്ങളുണ്ട്. ആ ചട്ടവട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് GCDAയും സർക്കാരും ഇക്കാര്യത്തിൽ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കൃത്യമായ കരാറില്ലാതെ ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തികളിലേക്ക് ആ സ്റ്റേഡിയം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വലിയ വീഴ്ചയായി തന്നെ മാറും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ത്രികക്ഷി കരാർ, ഇനി ആ ത്രികക്ഷി കരാറിലേക്ക് ഒരു ആലോചനയിലേക്ക് പോയാൽ പോലും ആ ത്രികക്ഷി കരാറിലേക്ക് സ്പോൺസർ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വ്യക്തമാകാണ്ടിയിരിക്കുന്നു. കാരണം ഈ നവംബറിൽ മത്സരം നടക്കില്ല എന്ന് ഉറപ്പായി. ആ മത്സരത്തിന് വേണ്ടി ഒരുപാട് പണമാണ് സ്പോൺസർ ചെലവഴിക്കുകയും ചെയ്തു. ഇനി അടുത്ത മത്സരത്തിന് തനിക്ക് അവസരം കിട്ടിയാൽ ഈ സ്റ്റേഡിയം ചോദിക്കും. അപ്പോൾ സർക്കാർ തന്നാൽ കളിക്കും, അല്ലെങ്കിൽ കളിക്കില്ല. ഇതാണ് സ്പോൺസർ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാരിലേക്ക് സ്പോൺസർ പാസ് കൊടുക്കുന്നു, കായിക മന്ത്രി സ്പോൺസർക്ക് പാസ് കൊടുക്കുന്നു. ഇവിടെ പന്ത് എവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം GCDA ഇതിൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോയി പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒടുവിൽ ഇത് സെൽഫ് ഗോളായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സത്യമെന്ന് അവർ ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയുന്നു ആവോ മനസ്സിലാവുന്നില്ല. ഗോൾ എന്നത് സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുമ്പോഴാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും കാൽപന്ത് കളിയുടെ പേരിൽ, മെസ്സി സ്നേഹത്തിന്റെ പേരിൽ മലയാളികളെ ആകെ പറ്റിക്കാൻ നോക്കിയത് ആര് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കായിക വകുപ്പിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. പിന്നിൽ സൂചിപ്പിച്ചതുപോലെ സ്പോൺസർക്ക് ഒരുപക്ഷെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും, കൈമലർത്താൻ കഴിയും, എന്നെ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല എന്ന് പറയാൻ കഴിയും. ആൾക്കാരുടെ ഒക്കെ മെക്കിട്ട് കയറാനും സ്പോൺസർക്ക് കഴിയും. പക്ഷെ അത് സർക്കാരിന് കഴിയില്ല, കായിക വകുപ്പിന് കഴിയില്ല, കായിക മന്ത്രിക്ക് കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കരാർ പോലും ഇല്ലാതെ കലൂർ സ്റ്റേഡിയം ഒരാൾക്ക് കൊടുക്കുക, അതാര് എന്നതല്ല, ഒരാൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കുക. എത്രയോ കാലങ്ങളെടുത്ത് ആ അറ്റകുറ്റപ്പണികൾക്ക് അനുവദിക്കുക, കരാർ ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ വെള്ളരിക്കാപട്ടണമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്നാട്ടിൽ നടക്കുന്നത്. കുത്തക മുതലാളിമാർക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് ഇത് എന്തു പറ്റി? തൊഴിലാളി പ്രസ്ഥാന സർക്കാരിന് ഇത് എന്തു പറ്റി എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിച്ച് നമ്മൾ മടുത്തതുമാണ്. ബിനിൽ, ഇനി ഇതിൽ വ്യക്തമാക്കേണ്ടത് കായിക മന്ത്രി തന്നെയാണ്. കായിക മന്ത്രിക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ ആവില്ല. കായിക മന്ത്രിയെ നമുക്ക് സമീപിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ വിശദമായി പറയാനുള്ള ഉത്തരവാദിത്വം കായിക മന്ത്രിക്കില്ലേ? മോത്തി, ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ കായിക മന്ത്രി ഇന്നലെ വരെ പറഞ്ഞിരുന്നത് സ്പോൺസറോട് ചോദിക്കൂ, സ്പോൺസറാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നത് ഒരു ത്രികക്ഷി കരാറിനെ കുറിച്ച് ആലോചന നടക്കുന്നത് പോലും ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയ ശേഷമാണ്. അത് സംബന്ധിച്ച മിനിറ്റ്സ് പുറത്തു വരുന്നത് 24-ാം തീയതി. അപ്പോഴേക്കും ഏതാണ്ട് മെസ്സിയും അർജന്റീനയും കൊച്ചിയിലേക്കില്ല എന്ന കാര്യം വ്യക്തമായി. ഇനി ആ ത്രികക്ഷി കരാറിന് എന്ത് സംഭവിക്കും? ത്രികക്ഷി കരാർ ഇതുവരെ ഒപ്പിടാതെയാണ് ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. അവിടെ കായിക വകുപ്പിന് എന്ത് മറുപടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആരാണ് ഈ കളി കൊണ്ടുവരുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇന്നലെ ഹൈബീഡൻ അടക്കം ആ ചോദ്യമാണ് ഉന്നയിച്ചത്. ഇന്നലെ ഈ മത്സരത്തിന്റെ SPV ആയിട്ട്, അതായത് ഇതിന്റെ ഒരു കോർഡിനേഷൻ ചുമതലയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സർക്കാർ ഏജൻസിയാണ്. ആ സർക്കാർ ഏജൻസിയുടെ ഘടന നോക്കുമ്പോൾ അത് കായിക വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ കായിക മന്ത്രി തന്നെയാണ് ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് GCDAയിൽ നിന്ന് ഈ സ്റ്റേഡിയം ഞങ്ങൾ വാങ്ങി അത് ഈ സ്പോൺസർക്ക് കൈമാറിയപ്പോൾ അതിന് പിന്നിൽ എന്തുറപ്പാണുള്ളത്, എന്ത് കരാറാണുള്ളത്, ഏത് രീതിയിലാണ് ഈ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്, ഇതെല്ലാം വ്യക്തമാക്കേണ്ടത് കായിക വകുപ്പും കായിക മന്ത്രിയും തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരു ത്രികക്ഷി കരാറിലേക്ക് പോകാൻ
ധാരണയായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ കരാർ ഒപ്പിട്ടിട്ടില്ല, ഇന്ന് വരെ ആ കരാർ ഒപ്പിട്ടിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നിയമ പരിശോധനയ്ക്ക് നിയമവകുപ്പിലേക്കും എത്തിയിട്ടില്ല എന്നാണ് വെളിവാകുന്നത്. ശരി ബിനിൽ, ഏതായാലും ഇതേപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിലും കണ്ടതും കേട്ടതുമാണ്. ഇനി ചോദ്യം ചോദിച്ചാൽ ഞാൻ മറ്റൊരു ഭാഷ പറഞ്ഞു പോകും എന്നാണ്. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരടുത്തോ മാത്രം ഉപയോഗിക്കേണ്ട മറ്റൊരു ഭാഷ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് എന്ത് ധാർഷ്ട്യത്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരോടൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉത്തരം മുട്ടുന്ന സമയത്ത് മെക്കിട്ട് കയറുക എന്ന ഒരു നയമാണ് ഇവരൊക്കെ സ്വീകരിക്കുന്നതും. ഒന്നും പറയാനില്ല എന്ന് ഒഴിഞ്ഞു മാറുക. അങ്ങനെ ഫുട്ബോളിൽ ബോൾ പാസ് ചെയ്യുന്നത് പോലെ എളുപ്പത്തിൽ അത് പാസ് ചെയ്ത് പോകാൻ കഴിയുന്നതല്ല. ഇതിനൊക്കെയുള്ള മറുപടി സർക്കാർ പറഞ്ഞു തന്നെ ആവണം.